ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലക്കേസ് പ്രതി സജിയുടെ പുരയിടത്തിൽ ഇന്നും പരിശോധന. സജിയുടെ പിതാവ് മാത്യുവിന്റെ തിരോധാന കേസിലാണ് പരിശോധന നടത്തുന്നത്. അമ്മയും സഹോദരനെയും കൊലപ്പെടുത്തിയ കേസിൽ സജിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിൽ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ വീടിന് സമീപം കുഴിയെടുത്ത് പരിശോധന ആരംഭിച്ചത്. അമ്മയെയും സഹോദരനെയും കുഴിച്ചുമൂടിയ സ്ഥലത്തിന് സമീപമാണ് JCB ഉപയോഗിച്ച് കുഴിച്ചത്. വസ്ത്രഭാഗങ്ങളും എല്ലിൻ കഷ്ണങ്ങളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഫാസ്ട്രായി സേവനമനുഷ്ഠിച്ചിരുന്ന മാത്യുവിനെ 2018 മാർച്ച് 3 കാണാതാവുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും മതിയായ തെളിവ് ലഭിക്കാതെ വന്നതോടെ അന്ന് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ സജിയുടെ പുരയിടത്തിൽ ഇന്നും പരിശോധന നടത്തുകയാണ്. സജിയുടെ പിതാവ് മാത്യുവിന്റെ തിരോധാന കേസിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സജിയുമായി എത്തിയ തെളിവെടുപ്പിനിടെയാണ് വീടിന്റെ പരിസരത്ത് നിന്നും എല്ലിൻ കഷ്ണങ്ങളും വസ്ത്രങ്ങളും കണ്ടെത്തിയത്. അമ്മയും സഹോദരനെയും കൊലപ്പെടുത്തിയ കേസിൽ സജിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ വീടിന് സമീപം കുഴിയെടുത്ത് പരിശോധന ആരംഭിച്ചത്. അമ്മയെയും സഹോദരനെയും കുഴിച്ചുമൂടിയ സ്ഥലത്തിന് സമീപമായാണ് JCB ഉപയോഗിച്ച് കുഴിച്ചത്. വസ്ത്രഭാഗങ്ങളും എല്ലിൻ കഷ്ണങ്ങളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പാസ്റ്ററായി സേവനമനുഷ്ഠിച്ചിരുന്ന മാത്യുവിനെ 2018 മാർച്ച് 3 കാണാതാവുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും മതിയായ തെളിവ് ലഭിക്കാതെ വന്നതോടെ അന്ന് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം സജിയുടെ സഹോദരിയുടെ പരാതിയിന്മേലാണ് ഇപ്പോൾ വീണ്ടും പിതാവിന്റെ തിരോധാനത്തിലും അന്വേഷണം ആരംഭിച്ചത്. ഇപ്പോൾ അതിന്റെ ഭാഗമായി നടത്തിയ തെളിവെടുപ്പിനിടെ നടത്തിയ പരിശോധനയിലിടെയാണ് ഇത്തരത്തിൽ എല്ലിൻ കഷ്ണങ്ങളും വസ്ത്രത്തിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയത്.